ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഷാനവാസിന് ക്യാപ്റ്റൻ സ്ഥാനം വിട്ടുകൊടുക്കണമെന്ന് അനീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പേഴ്സണലായിട്ട് കൈവശം ഇരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അനീഷ് റൂമിൽ പോയി ബിഗ് ബോസിനോട് പറയുവാണ്, എൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല, എൻ്റെ കുറച്ച് പഴകിയ വസ്ത്രവും അടിവസ്ത്രവും ഒക്കെ അല്ലാതെ എൻ്റെ കയ്യിലൊന്നും ഇരിപ്പില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അനീഷ് റൂമിൽ ചെന്ന് ബാഗൊക്കെ ഒന്ന് മൊത്തത്തിൽ തിരഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരനെ ഇട്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ അല്ലാതെ ഒന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ ഒന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ ഒരു ചീപ്പ് കിട്ടി. ആ ചീപ്പ് പുള്ളി ഉപയോഗിച്ചതല്ല. അപ്പോൾ ആ ചീപ്പ് എടുത്തിട്ട് വന്നിട്ട് ഷാനവാസിൻ്റെ കൈ കൊടുത്തിട്ട് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ചീപ്പ് മാത്രമേ എൻ്റെ കയ്യിൽ ഉപയോഗിക്കാത്തതായിട്ട് ഒരു സാധനമായിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളിത് സന്തോഷത്തോടെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അനീഷ് ഷാനവാസിൻ്റെ കൈ കൊടുക്കുവാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് ഇങ്ങനെയാണ്. അനീഷിൻ്റെ ഒറിജിനൽ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അനീഷിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ. അനീഷ് ഗെയിമിൽ കളിക്കുന്നതുകൊണ്ട് മാത്രമാണ് മറ്റ് ഉള്ളവരെ പ്രൊവോക്ക് ചെയ്യാനും അങ്ങനെ ശല്യം ചെയ്യാനും ചൊറിയാനൊക്കെ ചെല്ലുന്ന ഒരു സ്വഭാവമായിട്ട് നമുക്കൊക്കെ തോന്നിക്കുന്നത്. പക്ഷെ പുള്ളി ഒറിജിനലായിട്ട് ഒരു നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം പുള്ളി നല്ലൊരു ക്യാരക്ടറുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും പിള്ളേരെ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ ഓൺ ചെയ്യാനൊന്നും മറക്കല്ല. ബെൽ ബട്ടൺ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പുതിയ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വിശ്രമിച്ചിരിക്കുക. അപ്പോൾ ഞാനൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ ശരി കൂട്ടുകാരെ, ടാറ്റ.